സോ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3ൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞത് മൊഡ്യൂൾ 3-നകത്ത് റിമൈനിങ് ആയിട്ടുള്ളത് പാപ്പസ്-കെൽവിനസ് തിയറമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അയച്ചു തന്നിരുന്നു. സോ അത് നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് മൊഡ്യൂൾ 4ലേക്ക് പോവാം. ഓക്കെ. സോ മൊഡ്യൂൾ 3 വരെ നമ്മൾ സ്റ്റാറ്റിക്സിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് സ്റ്റഡി ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ്. നമ്മൾ ഈ മൊഡ്യൂൾ മുതൽ ഡൈനാമിക്സിനെ പറ്റിയാണ് പറയുന്നത്, അതായത് സ്റ്റഡി ഓഫ് ബോഡി ഇൻ മോഷൻ. ഓക്കെ. സോ എന്താണ് ഡൈനാമിക്സ്? സോ ഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ബോഡീസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സസ്. സോ ഫോഴ്സുകൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബോഡി മൂവ് ചെയ്യും. സോ ഇത്തരം മോഷനിലുള്ള ബോഡീസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് 2 ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ +2 പഠിച്ചതാണ്, കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. സോ എന്താണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്? സോ കൈനമാറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ബോഡീസ് വിത്തൗട്ട് റെഫറൻസ് ടു ദ ഫോഴ്സസ്. സോ നമ്മൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെ അതിൻ്റെ മോഷനെ കുറിച്ച് മാത്രം പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മോഷനെ കുറിച്ച് പഠിക്കുക തന്നെ എന്താ, അതിൻ്റെ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷനെ കുറിച്ച് പഠിക്കുക. ഓക്കെ. സോ എന്താണ് കൈനറ്റിക്സ്? കൈനറ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മോഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് ഫോഴ്സസ് വിച്ച് കോസസ് ഓർ അക്കമ്പനി ദ മോഷൻ. അതായത് മോഷന് ഉണ്ടാക്കാൻ കാരണമായ ഫോഴ്സുകളെ കുറിച്ച് കൂടെ പഠിക്കുന്നതാണ് നമ്മുടെ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് മോഷനെ കുറിച്ചുള്ള മാത്രം സ്റ്റഡി, അതായത് അതിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ മാത്രം പഠിക്കുന്നത്. സോ അതുകൂടാതെ അതിൻ്റെ ഫോഴ്സുകളും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട മോഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള മോഷനാണത്. സോ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷനും കർവ് ലീനിയർ ട്രാൻസ്ലേഷനും. സോ അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ വൈബ്രേഷൻ മോഷൻ ഉണ്ട്. ഓക്കെ. അതിനെപ്പറ്റി നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ. സോ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോ വെൻ എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ദ മോഷൻ ഈസ് കോൾഡ് റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ. അതായത് ഇപ്പോൾ ഒരു ബോഡി ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു ഫോഴ്സ് കൊടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരം മോഷനെയാണ് പറയുന്നത് റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ. സോ കൈനമാറ്റിക്സ് ഓഫ് റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫൈയിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻറ്റ്. അതായത് ഒരു റെക്റ്റിലിനിയർ മോഷനുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ കൈനമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റിയുള്ള സ്റ്റഡി, വെലോസിറ്റിനെ പറ്റിയുള്ള സ്റ്റഡി, ആക്സിലറേഷനെ പറ്റിയുള്ള സ്റ്റഡി. ഓക്കെ. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ളത്. സോ അതിനാണ് റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ: ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. സോ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സോ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എ സെർട്ടൻ ഫിക്സ്ഡ് റെഫറൻസ് പോയിന്റ് ഈസ് ടേംഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ നോക്കുന്നതിനകത്ത് ദ ലെങ്ത് ഓഫ് ദിസ് കർവ്ഡ് പാത്ത് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് കോൾഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ t സെക്കൻഡ്. അത് എ നിന്ന് ബിയിലേക്കുള്ള ഈ ഒരു എന്താ പറയുക ദൂരത്തിനെയാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. ഓക്കെ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ എ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ പോവാം, അതുപോലെ തന്നെ എ നിന്ന് ബിയിലേക്ക് ഈ വഴി കൂടെ പോവാം. സോ ഈ ടോട്ടൽ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട്, അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ t സെക്കൻഡ്സ്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ദ കേർവ്ഡ് പാത്ത്, ഈ പാത്താണ്. അപ്പോൾ ഏത് പാത്തും ആവാം, നമുക്ക് ഇതിനെ കൂടെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാലും അതിന് ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. കാരണം അത് ഇത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്. ഓക്കെ. സോ ഇത് പറയുമ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് ടൈമും കൂടെ പറയും. അതായത് എയിൽ നിന്ന് ബിയിലെത്താൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തിലൂടെ t സെക്കൻഡിൽ എടുക്കുന്ന ഇതിനാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേർവ്ഡ് പാത്തിലൂടെ ഉള്ള ഒരു ഇതിനെയാണ് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന്. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ടുവേർഡ്സ് റൈറ്റ് ഓഫ് എ റെഫറൻസ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവായിട്ടും അതിന് ലെഫ്റ്റിലേക്കുള്ളത് അതിനെ നെഗറ്റീവായിട്ട് എടുക്കും. സോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഇതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. കാരണം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, അതിന് പോസിറ്റീവായിട്ട് എടുക്കും, മറ്റേതാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കാലർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അത് എത്ര മീറ്റർ ആണ്, അത്ര മീറ്റർ മാത്രമേ പറയുള്ളൂ.
ഏത് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഈ റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷനിൽ മെയിനായിട്ടുള്ള 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നേരത്തെ എന്താണെന്ന് പറഞ്ഞു. സോ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അതായത് പൊസിഷൻ എന്ന് പറയുന്നത് dx ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, dx/dt. സോ അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പൊസിഷൻ, അതായത് ഓരോ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറുക വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ആ ഒരു റേറ്റിനെയാണ് പറയുന്നത് വെലോസിറ്റി എന്ന്. സോ ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈ വെലോസിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് പറയുന്നത് ആക്സലറേഷൻ ആണ്. സോ അതായത് തന്നെ dv/dt എന്ന് പറയാൻ പറ്റും. അതായത് d²x/dt² എന്ന് എഴുതാൻ പറ്റും. സോ അതായത് വെലോസിറ്റി അല്ല ആക്സലറേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. അതുപോലെ തന്നെ dv/v കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? d²x/dt² എന്ന് വരും. ഓക്കെ, സോ വെൻ ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഡിക്രീസസ് ദ ആക്സലറേഷൻ വിൽ ബി നെഗറ്റീവ് ആൻഡ് ദ നെഗറ്റീവ് ആക്സലറേഷൻ കോൾഡ് റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ. അതായത് വെലോസിറ്റിയുടെ പല പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ എന്താ പറ്റുക? അതിനാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം കുറയുകയാണെങ്കിൽ അതിനാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു റെക്റ്റിലിനിയർ ട്രാൻസ്ലേഷൻ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങൾ ഉപയോഗിക്കും. അതായത് എത്ര വെലോസിറ്റിയിലാണ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബോഡി മൂവ് ചെയ്യുന്നത്, എത്ര ആക്സലറേഷൻ ആണുള്ളത്, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, അതല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത് ഒക്കെ പറയാൻ പറ്റും. സോ ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിരുന്നു, +2 പഠിച്ചാണ്. സോ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് കൈനമാറ്റിക്സ് റിലേറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആൻഡ് ടൈം. സോ റിലേഷൻസ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെയും വെലോസിറ്റി, ആക്സലറേഷനും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന റിലേഷൻസിനെയാണ് ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. So when a particle moves with constant acceleration, the initial velocity represents as u and the final velocity represents as v. So initial velocity നമ്മൾ u എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ഫൈനൽ വെലോസിറ്റി v എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് s ആണ്. ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് s. സോ ഡ്യൂറിങ് ടൈം t സെക്കൻഡ് ദേ ആർ റിലേറ്റഡ് ബൈ ദ എക്സ്പ്രഷൻസ്. എന്താ വരിക? v is equal to u plus at, അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി is equal to initial velocity plus acceleration multiplied by time. അതുപോലെ തന്നെ v² is equal to u²/2as ആൻഡ് ഓൾസോ s is equal to ut plus half at². സോ ഈ 3 ഇക്വേഷൻസും നിങ്ങൾ +2 പഠിച്ചതാണ്. സോ ഇതിനകത്ത് നമ്മൾ ഈ 3 ഇക്വേഷൻസും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മളിത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി ദ ആക്സലറേഷൻ a is the acceleration due to gravity g. ദെൻ ദ എക്സ്പ്രഷൻ r എന്താ പറയുക? ഒരു ബോഡി മേലെ നിന്ന് താഴേക്ക് ഫ്രീ ആയിട്ട് വീഴുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ട് ജി ആവും. ഓക്കെ, സോ അങ്ങനെ ചെറിയ വ്യത്യാസം വരിക എന്താണെന്ന് വെച്ചാൽ ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ. സോ v is equal to u plus gt എന്ന് വരും. അതുപോലെ തന്നെ v² is equal to u²/2gt എന്ന് 2gh എന്ന് വരും. സോ h എന്ന് പറയുന്നത് എത്ര ഹൈറ്റിൽ നിന്നാണ് അത് വീഴുന്നത്. ഓക്കെ, ആൻഡ് s എന്ന് പറയുന്നത് മാറിയിട്ട് h വരും, എത്ര ഹൈറ്റിൽ നിന്നാണ് ഇത് താഴേക്ക് വീഴുന്നത്. is equal to ut plus half gt² എന്ന് വരും. സോ രണ്ടും സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ ജി ആയിട്ട് മാറും, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ്, എത്ര ഹൈറ്റിൽ നിന്നാണ് ബോഡി താഴേക്ക് വീഴുന്നത് മാറ്റി മാറും. ഓക്കെ, സോ അതുപോലെ തന്നെ വെൻ എ പാർട്ടിക്കിൾ മൂവ്സ് അപ്വേർഡ്സ്, നമ്മളൊരു കല്ല് മേലേക്ക് കറക്റ്റ് മേലേക്ക് എറിയുകയാണെങ്കിൽ ദ ആക്സലറേഷൻ ഈസ് -g. കാരണം എന്ന് പറഞ്ഞാൽ ഡീസലറേഷനാണ് അവിടെ നടക്കുന്നത്. മേലേക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഇറങ്ങിയല്ലേ വരിക. സോ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് g ആയിരിക്കും, -g ആയിരിക്കും. ഓക്കെ, so hence the equation എന്ന് പറയുന്നത് v is equal to u minus gt, v² is equal to u² minus 2gh and also h is equal to ut minus half gt². ഓക്കെ, സോ ഈ ഇക്വേഷൻസ് കൂടെ പഠിച്ചേക്കണം. 3 ഇക്വേഷനും ഈ 3 സെറ്റ് ഇക്വേഷനും സെയിം ആണ്, വലിയ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് നോക്കണം. സോ ഒരു പ്രോബ്ലം നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ 60 meter high. At the same time, another stone is thrown upwards from the floor, from the foot of the tower with a velocity 30 meters per second. When and where the two stones cross each other. അതായത് ഒരു സ്റ്റോണ് മേലെ നിന്ന് താഴേക്ക് ഇടുന്നുണ്ട്, അതേസമയം തന്നെ താഴെ നിന്നൊരു സ്റ്റോണ് മേലേക്ക് എറിയുന്നുണ്ട്. സോ എപ്പോഴാണ്, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടും മീറ്റ് ചെയ്യുക, ഈ രണ്ട് സ്റ്റോണും മീറ്റ് ചെയ്യുക, അതാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 60 meter ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1 എന്ന് പറയുന്നത്, അതായത് മേലെ നിന്ന് നമ്മുടെ ഒരു എന്താ പറയുക സ്റ്റോണ് താഴേക്ക് ഇടുമ്പോൾ ഉള്ള ഇനീഷ്യൽ വെലോസിറ്റിയാണ് u1 എന്ന് പറയുന്നത്.
സോ ഇനീഷ്യൽ വെലോസിറ്റി u1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് ഒരു വെലോസിറ്റി ഇല്ല താഴേക്ക് വിടുന്നത്, 0 വെലോസിറ്റിയിലായിരിക്കും താഴേക്ക് പോകുന്നത്. ഓക്കെ. സോ u2 എന്ന് പറയുന്നത് എന്താ? u2 എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഏതെങ്കിലും ഒരു വെലോസിറ്റിയിൽ മേലേക്ക് എറിഞ്ഞാൽ മാത്രമേ ഈ സാധനം മേലേക്ക് പോകുള്ളൂ, ഈ സ്റ്റോൺ മേലേക്ക് പോകുള്ളൂ. കാരണം ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ അതുപോലെ തന്നെ T1 എന്ന് പറയുന്നത് T2 എന്ന് പറയുന്നത് T ആണ്. കാരണം രണ്ടും എത്തുന്ന സമയം എന്ന് പറയുന്നത് സെയിം ആണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ എത്തുന്നതും ഇത് ഇവിടെ എത്തുന്നതും സെയിം ടൈമിലാണ്. അത് T1 എന്ന് പറയുന്നതും T2 എന്ന് പറയുന്നതും T ആണെന്ന് എടുക്കാം. സോ നമ്മൾ അസ്യൂം ചെയ്യാം ലെറ്റ് x be the distance from the top of the tower where the two stones cross each other. അതായത് മേലെ നിന്ന് x ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് എന്താ പറയുക സ്റ്റോൺ മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു u1t ഇനീഷ്യൽ വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ t പ്ലസ് ഹാഫ് GT². കാരണം ഇത് താഴെ നിന്ന് മേലെ നിന്ന് താഴേക്ക് വീഴുകയാണ്. സോ ut പ്ലസ് ഹാഫ് GT² ആണ് വരിക. u1 എന്ന് പറഞ്ഞിട്ട് 0 ആയതുകൊണ്ട് 0 ആയി പോകും. ഓക്കെ. സോ ഹാഫ് GT² എന്ന് വരും ഈക്വൽ ടു, അതിന് നമുക്ക് 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 60 മൈനസ് എക്സ്, താഴെ നിന്ന് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 60 മൈനസ് എക്സ് ആണ്. സോ 60 മൈനസ് എക്സ് ഈക്വൽ ടു u2t മൈനസ് ഹാഫ് GT² എന്ന് വരും. കാരണം u2 എന്ന് പറയുന്നത് എന്താ? ഈ സെക്കൻഡ് സ്റ്റോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഹാഫ് GT² കാരണം എന്താ? താഴെ നിന്ന് മേലേക്കാണ് ഇത് എറിയുന്നത്. സോ അത് നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് മൈനസ് ഹാഫ് GT² എന്ന് വരും. ഓക്കെ. സോ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 60 ഈക്വൽ ടു u ഇൻറ്റു t എന്ന് വരും അല്ലേ? ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60 ഈക്വൽ ടു u2 ഇൻറ്റു t എന്ന് വരും. അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു 60/30 എന്ന് വരും. ഓക്കെ. കാരണം u2 എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ മറ്റേന്ന് പറഞ്ഞാൽ 60 മീറ്റർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? t എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ് കിട്ടും. സോ നമുക്കറിയാം x ഈസ് ഈക്വൽ ടു u1t പ്ലസ് ഹാഫ് GT² ആണ്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 പ്ലസ് ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു 2² എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 19.62 മീറ്റർ. ആൻഡ് ദാറ്റ് മീൻസ് എക്സ് എന്ന് പറയുന്നത് 19.62 മീറ്റർ, അതായത് മേലെ നിന്ന് 19.62 മീറ്റർ താഴേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ രണ്ട് സ്റ്റോണും മീറ്റ് ചെയ്യുക. The two stones will cross each other at a distance 19.62 meter from the top of the tower after 2 seconds. Okay. So നമുക്ക് കിട്ടിയ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. സോ നെക്സ്റ്റ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് വേരിയബിൾ ആക്സിലറേഷൻ. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ വെലോസിറ്റി ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ നമ്മൾ ഈ ആക്സിലറേഷൻ വേരി ചെയ്യുമ്പോൾ അതായത് ആക്സിലറേഷൻ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻസ്, നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v is equal to u plus at, v square is equal to u square plus 2as and as is equal to ut plus half at². സോ ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ പറയുക വേരിയബിൾ ആക്സിലറേഷൻ ആണ് പോകുന്നത്. സോ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ. സോ വെൻ ദ പാർട്ടിക്കിൾ ഈസ് ആക്ട് അപ്പോൺ ബൈ എ ഫോഴ്സ് വിച്ച് വാരീസ് വിത്ത് ടൈം, ഫോഴ്സ് വേരി ചെയ്യുമ്പോൾ ടൈമിനനുസരിച്ച് ഫോഴ്സ് വേരി ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആക്സിലറേഷനും വേരി ചെയ്യും. കാരണം എന്താ? എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അപ്പം വാരി ചെയ്യണമെങ്കിൽ ആക്സിലറേഷൻ മാത്രമേ അവിടെ വേരി ചെയ്യാൻ പാടുള്ളൂ. സോ വെൻ എ പാർട്ടിക്കിൾ ഈസ് ആക്ട് അപ്പോൺ ബൈ എ ഫോഴ്സ് വിച്ച് വാരീസ് വിത്ത് ടൈം, ദ ആക്സിലറേഷൻ ഓൾസോ വാരീസ് വിത്ത് ടൈം. ആക്സിലറേഷൻ വാരി ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളെങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം? So differentiating the above expression for displacement with respect to time, we will get the expression for velocity. And differentiating the expression for velocity with respect to time, we will get the expression for acceleration. So velocity എന്ന് പറയുന്നത് rate of change of displacement with respect to time ആണ്. അതായത് ds/dt എന്ന് എഴുതാം. velocity is equal to ds/dt എന്ന് എഴുതാം. And also d/dt of f of t. So ഇവിടെ s എന്ന് പറയുന്നത് a function of time എഴുതി. അത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈമാണ്. എന്താ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് ടൈം മാറുന്നതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് എഴുതാം ഡിസ്പ്ലേസ്മെൻറ്റ്. സോ d/dt of f of t എന്ന് എഴുതാം. ആൻഡ് ഓൾസോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ. ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ dv/dt എന്ന് എഴുതാൻ പറ്റും ആക്സിലറേഷന്, വിച്ച് ഇസ് ഈക്വൽ ടു d/dt of v-നെ നമ്മളെങ്ങനെ എഴുതാം? d/dt of f of t. സോ d²/dt² into f of t എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ relation for acceleration when acceleration varies with the time. And also when the expression for acceleration is given as a function of time, അങ്ങനെയാണെങ്കിൽ integrating the expression for acceleration we will get the expression for velocity.
സോ ആക്സലറേഷൻ്റെ എക്സ്പ്രഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതുപോലെ തന്നെ വെലോസിറ്റിയെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. ഓക്കെ, സോ ആക്സലറേഷൻ എന്ന് പറയുന്നത് a=dv/dt ആണ്. സോ ഇതിനകത്ത് നിന്ന് dv എന്താ കിട്ടുക, a×dt കിട്ടും. സോ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം a/dt. സോ v=a/dt എന്ന് കിട്ടും. ആൻഡ് ഓൾസോ v എന്ന് പറയുന്നത് ds/dt ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ എന്ന് വെച്ചാൽ ds എന്ത് കിട്ടും, ds=v×dt എന്ന് കിട്ടും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റിംഗ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. Okay, so when the expression for acceleration is given as a function of velocity or displacement, use the expression for acceleration. അതായത് നമുക്ക് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വെലോസിറ്റി ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ a=v×dv/ds എന്ന് കിട്ടും. സോ എങ്ങനെ കിട്ടുക, a=dv/dt ആണ്. അതിനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ v×dv/ds എന്ന് കിട്ടും. ഓക്കെ, വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ റേഷ്യോ ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചാണെന്ന് ഒന്നും കൂടെ ഓർമ്മിക്കുന്നു മാത്രമേ ഉള്ളൂ. സോ ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. എ പോയിന്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആക്സലറേഷൻ ഗിവൺ ബൈ a=15t-20. സോ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് തന്നിട്ടുള്ളത്. a=15t-20. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇറ്റ് passes through a reference point at t=0 and another point 30 meter away after an interval of 5 seconds. Calculate the displacement, velocity and acceleration of the point after a further interval of 5 seconds. So ഇതെങ്ങനെ സോൾവ് ചെയ്യാം, നമുക്ക് തന്നിട്ടുണ്ട് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ a=15t-20. സോ അതുപോലെ തന്നെ തന്നിട്ടുണ്ട് എന്താ പറയുക, ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് t=0. ടൈം 0 ആകുമ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, സോ ടൈം 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം, കാരണം സ്റ്റാർട്ടിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് അനദർ പോയിന്റ് 30 മീറ്റർ അവേ, അതായത് 30 മീറ്റർ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റിലെത്തുന്ന ടൈം 5 സെക്കൻഡ് ആകുമ്പോൾ, അത് തുടങ്ങുന്ന സ്ഥലത്ത് ടൈം 0 ആണ്, 30 മീറ്റർ എത്തുമ്പോൾ എന്ത് പറ്റും, 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ എത്തുന്നു. സോ t=0, then displacement s=0 and time t=5 സെക്കൻഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ a=dv/dt ആണെന്ന് അറിയാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15t-20. ഓക്കെ, സോ വെലോസിറ്റി എന്ന് പറയുന്നത് dv=a×dt ആണ്, അല്ലെങ്കിൽ v=a/dt ആണ്. സോ ഡിഫറെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, v=15t-20 × dt. സോ 15tൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 15t² - 20t പ്ലസ് കോൺസ്റ്റൻറ്റ് c1. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt ആണ്, which is equal to 7.5t² - 20t പ്ലസ് c1 എന്ന് കിട്ടും. കാരണം ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, വെലോസിറ്റി is equal to 7.5t² - 20t പ്ലസ് c1 കിട്ടും. സോ വെലോസിറ്റി is equal to ds/dt ആണ്. സോ ds/dtയുടെ നമുക്ക് ഇക്വേഷൻ കിട്ടി വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ ടൈമിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. സോ അതിനകത്ത് എസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. സോ എസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് വൺ വിത്ത് റെസ്പെക്ട് ടു ടി. സോ ഇൻ്റഗ്രൽ 7.5t² - 20t പ്ലസ് c1 × dt. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 7.5t³ - 20 × t² പ്ലസ് c1t പ്ലസ് c2. സോ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, s= 2.5t³. അത് ചെയ്യുമ്പോൾ 7.5/3 എന്ന് പറഞ്ഞാൽ 2.5 ആണ്, t³ - 10t² പ്ലസ് c1t പ്ലസ് c2. ഓക്കെ, സോ ഇനി നമുക്ക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ t0 ആകുമ്പോൾ s=0 ആണ്. സോ അതിനകത്ത് ഫസ്റ്റ് ഇക്വേഷനകത്ത് എസിന് 0 കൊടുക്കുക, ടിക്ക് 0 കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ ഈ ഇക്വേഷനകത്ത് ഏത് ഇക്വേഷനായിരുന്നു, എസിൻ്റെ ഇക്വേഷനകത്ത് ടിക്ക് 0 എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് c2 = 0 എന്ന് കിട്ടും. അതായത് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c2 എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കാം, t=5, s=30 മീറ്റർ ആണ്. s 30 മീറ്റർ, എസിന് 30 കൊടുക്കുക, ടിക്ക് എന്ന് പറയുന്നത് 5 കൊടുക്കുക. സോ എന്ത് കിട്ടും, 30 = 2.5 × 5³ - 10 × 5² പ്ലസ് c1 മൾട്ടിപ്ലൈഡ് ബൈ 5 പ്ലസ് 0. സോ c1 = -6.5 എന്ന് കിട്ടി. നമുക്ക് c2ഉം കിട്ടി, c1ഉം കിട്ടി. സോ ഇനി കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ കണ്ടുപിടിക്കണം അറ്റ് എൻഡ് ഓഫ് 10 സെക്കൻഡ്. സോ എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 10 ടൈംസ് എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡാണ് കിട്ടിയിട്ടുണ്ട്. സോ s = 2.5t³ - 10t² - 6.5t എന്ന് കിട്ടും. സോ ഇതിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.5 into 10⁻³ minus 10 into 10² minus 6.5 multiplied by 10. So displacement S is equal to 1435 meter and velocity V is equal to 7.5 t square minus 20t minus 6.5. Okay, so ഇതിനകത്ത് നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ വാല്യൂ 7.5 into 10² minus 20 into 10 minus 6.5. We will get to 543.5 meter per second. Okay, so displacement കിട്ടി, velocity കിട്ടി. ഇനി acceleration is equal to A is equal to 15t minus 20. So അതിനകത്ത് t കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A equal to 15 into 10 minus 20. Okay, so 130 meter per second square. So ഇതിനകത്ത് നമ്മൾ ഈ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ, C1 ഉം C2 ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കണ്ടുപിടിച്ചത്. കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടാവും, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, C2 നമുക്ക് 0 ആയിട്ട് കിട്ടി, C1 മൈനസ് 76.5 കിട്ടി. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. ഇത്തരത്തിലുള്ള പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഫംഗ്ഷൻ, അതായത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈസ് എ ടൈം ഫംഗ്ഷൻ ഓഫ് ടൈം തരുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമും ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമും കിട്ടും. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇത്തരം പ്രോബ്ലംസ് കുറേ സോൾവ്ഡ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സോ വളരെ സിമ്പിളായിട്ടുള്ള അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. സെക്കൻഡ് പ്രോബ്ലം: എ കാർ ട്രാവലിംഗ് അറ്റ് 40 km/h സൈഡ് എ സിഗ്നൽ a distance signal at 150 meter and comes uniformly to rest at the signal. It remains at rest for 20 seconds. As allowed by the signal, it uniformly accelerates and attains 40 km/h in 250 meter. Calculate the time loss due to signal. ആൻഡ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാറ് ഒരു എന്താ പറയുക, ഒരു 40 km/h സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ 40 km/h നമ്മൾ ആദ്യം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം നമുക്ക് യൂണിറ്റ് എല്ലാം ഒരേപോലെ ആക്കണം, യൂണിഫോം ആയിട്ട് വരണം. സോ 40 km/h എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും? മൾട്ടിപ്ലൈഡ് ബൈ 5/80. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് സിമ്പിളായിട്ട് കിലോമീറ്ററിനെ മീറ്ററിലാക്കാൻ 100 കൊണ്ടും പിന്നെ അവറിനെ ആക്കാൻ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ചെയ്ത് കഴിഞ്ഞാൽ 5/18 തന്നെ കിട്ടും. സോ 40 into 5/18 is equal to 11.11 meter per second കിട്ടും. ഓക്കെ, സോ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് 11.11 meter per second എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് U എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു 150 മീറ്റർ ദൂരത്തിൽ ഒരു ചെറിയ സിഗ്നൽ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യും? കാർ പതുക്കെ സ്ലോ ആക്കാൻ തുടങ്ങും. സോ സ്ലോ ആക്കുമ്പോൾ എന്ത് പറ്റും? ഇത് യൂണിഫോം ആയിട്ട് ഇതിനെ എന്താ പറയുക, ലീനിയർ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ സിഗ്നലിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവുന്നു. ഓക്കെ, സോ അതിനെടുക്കുന്ന ടൈമാണ് T1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് എന്തായിട്ടുള്ളത്? ആൻഡ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് ഫോർ 20 സെക്കൻഡ്. ഈ T2 എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള സമയമാണ്, അതായത് കാർ മൂവ് ചെയ്യുന്നേ ഇല്ല, അത് റെസ്റ്റിലാണ് നിൽക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ആസ് അലൗഡ് ബൈ ദ സിഗ്നൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് യൂണിഫോംലി ആക്സിലറേറ്റ് ആൻഡ് അറ്റൈൻ 40 km/h in 250 meter. സോ അത് പതുക്കെ ആക്സിലറേറ്റ് ചെയ്ത് കൊടുക്കുന്നു, യൂണിഫോമിലായിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ എന്താ പറയുക 40 km/h തന്നെ എത്തുന്നു. ഓക്കെ, അതിനെടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 meter ആണ്. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് T3 ആണെന്ന് വിചാരിക്കാം. അതായത് 11.1 meter per second വരുന്നൊരു സാധനം ഒരു സിഗ്നൽ പോസ്റ്റ് 150 മീറ്റർ അകലെ കാണുന്നു. സോ അതുകൊണ്ട് തന്നെ അത് യൂണിഫോമായിട്ട് ഡീസൽ അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞിട്ട് റെസ്റ്റിലെത്തുന്നു. എന്നിട്ട് റെസ്റ്റ് തന്നെ കുറച്ച് സമയം നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആക്സിലറേറ്റ് ചെയ്തിട്ട് 11.11 meter per second എത്തുന്നു. സോ അതിൻ്റെ ഓരോന്നിൻ്റെ ടൈമാണ് T1, T2, T3 എന്ന് കൊടുത്തിട്ടുള്ളത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ആണ്, ഇത് 250 ആണ്. ഇവിടെ ഡിസ്റ്റൻസ് വരില്ല, കാരണം എന്ന് വെച്ചാൽ അത് റെസ്റ്റിൽ നിൽക്കുകയാണ്, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ T1 എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് 150 മീറ്റർ, അല്ലെങ്കിൽ 250 മീറ്റർ എടുക്കാൻ എന്താ പറയുക ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് T3 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് U is equal to 11.11 meter per second ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? 150 മീറ്റർ ആണ്. 150 meter is the displacement. ആൻഡ് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വെലോസിറ്റി വരിക? 0. V equal to 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V square is equal to U square by 2as എന്നാണ്. സോ ചെയ്ത് കഴിഞ്ഞാൽ V square എന്ന് പറഞ്ഞാൽ 0 ആണ്. U square എന്ന് പറഞ്ഞാൽ 11.11 സ്ക്വയർ പ്ലസ് 2 into A into S. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലേഷൻ ഈക്വൽ ടു -0.41 meter per second സ്ക്വയർ എന്ന് കിട്ടും. സോ ആക്സലേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഡീസലറേറ്റ് ചെയ്യാണ്, വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ
അവിടെ ഡീസലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ പറയുക, ഡീസലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ -1. സോ നെക്സ്റ്റ് നമുക്കറിയാം T1 എന്ന് പറയുന്നത് ടൈം ടേക്കൺ ബൈ ദ കാർ ടു കം ടു റെസ്റ്റ്. സോ T1 ടൈമിലാണ് നമ്മൾ കാർ റെസ്റ്റിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് V = U + AT എന്നൊരു ഇക്വേഷൻ അറിയാമല്ലോ. സോ V എന്ന് പറയുന്നത് 0 ആണ്, U എന്ന് പറയുന്നത് 11.11 ആണ്, പ്ലസ് ആക്സലേഷൻ കിട്ടിയിട്ടുണ്ട് -0.41. സോ T എന്ന് പറയുന്നത് T1 ആവും. സോ ഇതിനകത്ത് T1 കിട്ടും. 27 സെക്കൻഡ്സിലാണ് നമ്മൾ റെസ്റ്റിലേക്ക് വരുന്നത്. 11 മീറ്റർ/സെക്കൻഡിൻ്റെ അകത്ത് 150 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ റെസ്റ്റിലേക്ക് വരുന്നത് ടൈം എന്ന് പറയുന്നത് 27 സെക്കൻഡ് ആണ്. സോ T2 എന്ന് പറയുന്നത് ടൈം ഡ്യൂറിങ് വിച്ച് ദ കാർ റിമെയിൻസ് അറ്റ് റെസ്റ്റ്. അത് നമുക്ക് ഒന്നും ചെയ്യാനില്ല, അത് 20 സെക്കൻഡ് അവിടെ വെറുതെ നിൽക്കുന്നു കാർ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു അറ്റൈൻ 11.11 മീറ്റർ/സെക്കൻഡ് ഇൻ 250 മീറ്റർ, അതായത് T3 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എത്ര ടൈം എടുക്കുന്നു 250 മീറ്ററിൽ 11.11 മീറ്റർ/സെക്കൻഡിൽ അറ്റൈൻ ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. അതെന്ത് ചെയ്യാം? ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും നമുക്കറിയാം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ V² = U² + 2as ആണ് നമ്മൾ ഇക്വേഷൻ. V² എന്ന് പറയുന്നത് ഇനി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 11.11 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 11.11 = 0² + 2 × a × 250 എന്ന് കിട്ടും. ഓക്കെ, സോ a = 0.247 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് a മാത്രമാണ് അൺനോൺ. സോ ചെയ്ത് കഴിഞ്ഞാൽ a = 0.247 മീറ്റർ/സെക്കൻഡ്² എന്ന് കിട്ടും. സോ ആക്സലേഷൻ കിട്ടി. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ടൈം കണ്ടുപിടിക്കണം. സോ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? T3 be the time taken by the car to attain the speed of 11.11 മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ V = U + AT എന്നൊരു ഇക്വേഷൻ അറിയാം അല്ലേ? സോ അതിനകത്ത് V നമുക്കറിയാം, U അറിയാം 0 ആണ്, A എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.247 ആണ്, T എന്ന് പറയുന്നത് T3 ആണ്. സോ അതിനകത്ത് T3 നമുക്ക് കിട്ടും 45 സെക്കൻഡ്സ് കിട്ടും. സോ നമുക്ക് എത്ര ടൈം ഇവിടെ ഇപ്പം മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എത്തി? T1 + T2 + T3 ആണ്. സോ T1 എന്ന് പറഞ്ഞാൽ 27 ആണ്, T2 എന്ന് പറഞ്ഞാൽ 20 ആണ്, 20 ഐഡിൽ ടൈമാണ്, വെറുതെ നിൽക്കുന്ന ടൈം, പ്ലസ് 45, ടോട്ടൽ 92 സെക്കൻഡ്സ് കിട്ടി. അതായത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് 92 സെക്കൻഡ് എത്തും ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് 250-യും 150-യും മീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 92 സെക്കൻഡ്സ് എടുക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താ, ഈ ഒരു സിഗ്നൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ടൈമിന് ഇവിടെ എത്തും? അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടൈം റിക്വയർഡ് ടു കവർ എ ഡിസ്റ്റൻസ് 150 + 250, അതായത് 400 മീറ്റർ വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 11.11 മീറ്റർ/സെക്കൻഡ്. അതായത് സിഗ്നൽ ഇല്ലെങ്കിൽ ഈ സ്റ്റോപ്പിംഗ് ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. സോ അത് കവർ ചെയ്യാൻ എത്ര സമയം വേണം? ടൈം റിക്വയർഡ് ടു കവർ ഡിസ്റ്റൻസ് 400 മീറ്റർ വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 11.11 മീറ്റർ/സെക്കൻഡ്. എന്താ കിട്ടുക? നമുക്കറിയാം വെലോസിറ്റി = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതുകൊണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി കിട്ടും. സോ 11.1 400 / 11.11 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും 36 സെക്കൻഡ്. സോ 36 സെക്കൻഡ് കൊണ്ട് എത്തേണ്ട സംഭവമാണ് ഈ സിഗ്നൽ കാരണം 92 സെക്കൻഡ്സ് ആയത്. സോ അങ്ങനെയാകുമ്പോൾ ടൈം ലോസ്റ്റ് എന്താ കിട്ടുക? 92 - 36 വരും. സോ 56 സെക്കൻഡ് നമ്മൾ ഈ സിഗ്നൽ കാരണം ലോസ്റ്റ് ആയി. സോ അതാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട്, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതി. ഞാനൊരു ഹോംവർക്ക് ചെറുതായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സ്ലൈഡിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.